കാക്കാമാരുടെ കടയിൽ നിന്ന് ഒരു സാധനവും വാങ്ങരുതെന്ന് പറഞ്ഞു. ഇത് വർഗീയതയാണോ അല്ലേ? അതാ എന്റെ ഒരു ചോദ്യം. മുസ്ലിമീങ്ങളുടെ കടയിൽ നിന്ന് ക്രിസ്ത്യാനികൾ ഒരു സാധനവും വാങ്ങരുത് എന്ന് അച്ഛൻ കുഞ്ഞു പറഞ്ഞു. അത് വർഗീയതയാണോ അല്ലേ? അത് ഓരോരുത്തരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. വ്യക്തി സ്വാതന്ത്ര്യം. അദ്ദേഹം ഒരു പ്രസ്താവന ഇറക്കണം, ആരും അങ്ങനെ വാങ്ങരുത്. ഇങ്ങനെ പറയുന്നത് വർഗീയതയാണോ അല്ലേ? ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ അത് വർഗീയതയല്ല എന്നുണ്ടെങ്കിൽ ക്രിസ്ത്യാനിറ്റിയുടെ കാഴ്ചപ്പാടിലും അത് വർഗീയതയല്ല. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഒരു മുസ്ലിം ഒരു നേതാവ് പറയാണ് ഇനി ആരും ക്രിസ്ത്യാനികളുടെ കടയിൽ നിന്ന് ഒന്നും വാങ്ങരുത് എന്ന് പറഞ്ഞാൽ അത് വർഗീയമാവോ? അത് അദ്ദേഹത്തിന്റെ അല്ല, അത് സ്ഥിരമായിട്ട് പറയുന്നുണ്ടല്ലോ, അപ്പൊ പിന്നെ കുഴപ്പമില്ല. വർഗീയത എന്ന് പറഞ്ഞാൽ വർഗം, ഒരു വർഗത്തെ വർഗവൽക്കരിച്ച് ഒരു വേർതിരിവ് കാണിക്കണോ? വേർതിരിവ് കാണിക്കുന്നതിനെ കുറിച്ചാണ് വർഗീയത എന്ന് പറയുന്നത്. ഒരു സാധനങ്ങൾ വാങ്ങുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒത്തിരി കടകളുണ്ട്. അപ്പൊ അവിടെ അതെന്ന് പറയുന്ന ഒരാൾ പറയാണ് മുസ്ലിമീങ്ങളുടെ കടയിൽ നിന്ന് വാങ്ങരുത്. ഇത് വർഗീയത അല്ല എന്നാണ് അജീഷ് ബ്രദർ പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ക്രിസ്ത്യാനിറ്റിയുടെ ഇതനുസരിച്ച്, ഇസ്ലാമിന്റെ ഇതനുസരിച്ച് നിങ്ങളുടെ പണ്ഡിതന്മാര് പറയുന്നത് വർഗീയത അല്ല എന്നുണ്ടെങ്കിൽ പറയുന്ന വർഗീയതയല്ലോ. മാനസികപരമായി ഇന്ത്യൻ നിയമം അനുസരിച്ച് അത് വർഗീയതയാണോ അല്ലേ? ഇന്ത്യൻ നിയമം അനുസരിച്ച് അത് വർഗീയതയല്ല. വർഗീയതയല്ല. അതായത് മുസ്ലിമീങ്ങളുടെ കടയിൽ നിന്ന് ആരും വാങ്ങരുത് എന്നൊരു ഒരു ക്രിസ്ത്യാനി പറയുന്നതും ക്രിസ്ത്യാനികളുടെ കടയിൽ നിന്ന് ആരും ഒരു സാധനവും വാങ്ങരുത് എന്ന് മുസ്ലിം പറയുന്നതും വർഗീയതയല്ല എന്നാണ് അജേഷ് ബ്രദർ ഇവിടെ പറയുന്നത്. ശരിയല്ലേ? ഒന്നുകൂടെ പറഞ്ഞു. മുസ്ലിമീങ്ങളുടെ കടയിൽ നിന്ന് ഒന്നും വാങ്ങരുത് എന്ന ഒരു ക്രിസ്ത്യാനി മൈക്ക് കെട്ടി പറയുന്നതും ക്രിസ്ത്യാനികളുടെ കടയിൽ നിന്ന് ഒന്നും വാങ്ങരുതെന്ന് ഒരു മുസ്ലിം മൈക്ക് കെട്ടി പറയുന്നതും ഇന്ത്യൻ നിയമം അനുസരിച്ച് വർഗീയത അല്ല എന്നാണ് അജേഷ് ബ്രദർ ഇവിടെ പറയുന്നത്. ശരിയാണോ? നിയമത്തിൽ അത് വർഗീയത എന്നുള്ളത് എഴുതിയിട്ടുണ്ടോ? ഇന്ത്യൻ നിയമമല്ല, ഇന്ത്യയുടെ കൺസെപ്റ്റ്. ഇപ്പൊ നമ്മുടെ നാട്ടിലേക്ക് ഒരു ഇത്ര നേരം കടന്നുകൊണ്ട് ഇതാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. അതാണ് ചോദ്യം. വർഗീയതയാണോ അല്ലേ? അത്രേ ചോദിക്കുന്നുള്ളൂ. ഏതാ ഇങ്ങനെ പറയുന്നത് വർഗീയതയാണോ അല്ലേ? ആണോ അല്ലയോ എന്നുള്ളല്ലേ? എനിക്ക് ഒരു മിനിറ്റ്. ഇന്നലെ ഒരു സൂപ്പർ മാർക്കറ്റില് 2 കുട്ടികൾ ഇന്ന് സംസാരിക്കാണ്. അവർ സെലക്ട് ചെയ്ത പ്രൊഡക്റ്റുകൾ തിരിച്ചും മറിച്ചും നോക്കിയിട്ട് ഒരാൾ മറ്റൊരാളോട് പറയാണ്, നന്നായി നോക്കണം, ബാർകോഡ് സൂക്ഷിക്കണം, കൺട്രി കോഡ് നോക്കണം, ഇസ്രായേലിൻ്റെതാണെങ്കിൽ നമുക്ക് വേണ്ട. ഈ കുട്ടികളുടെ അറിവ് പോലും ഇല്ലാത്തവരായി മാറുകയാണ് നമ്മിലെ പല ആളുകളും. ഇസ്രായേലിന്റെ 100 കണക്കിന് പ്രൊഡക്റ്റുകളാണ് നമ്മുടെ മുമ്പിലൂടെ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നും നമ്മൾ നോക്കാറില്ല. നമ്മൾ കാശ് കൊടുക്കുന്നു. നമ്മുടെ ഈ കാശ് കൊണ്ടാണ് ഇസ്രായേലിൽ കാണിക്കുന്ന ക്രൂരതകളിൽ. ഇത് വർഗീയതയാണോ? ഞാനതിന് മറുപടി പറയാം. എന്റെ ചോദ്യത്തിന് ആദ്യം മറുപടി പറയും. അല്ല, ഇത് വർഗീയത അല്ലെങ്കിൽ അച്ഛൻ പറഞ്ഞത് വർഗീയതയല്ല. ഇത് വർഗീയത അല്ലെങ്കിൽ അത് വർഗീയതയല്ല, അത്രയാണ് അല്ലേ? അല്ല. അത് ഞാൻ പറയാം. ഇതൊരു രാഷ്ട്രത്തിന്റെ പേരിൽ മറ്റു രാഷ്ട്രക്കാരെടുക്കുന്ന ഒരു ബാനാണ്. അതെങ്ങനെ വർഗീയതയാകും? നേരെ മറിച്ച് മറ്റത് മതപരമായിട്ടുള്ള ഒരു വർഗീയതയാണ്. മുസ്ലിം അല്ല, ഈ ഉസ്താദ് ഇരുന്നോണ്ട് പറഞ്ഞത് മറ്റൊരു രാജ്യത്തെ പറ്റി പറയുമ്പോഴേ ഇദ്ദേഹം ഒരു മുസ്ലിം അല്ലേ ഈ ഉസ്താദ്? അതാണ് പറയുന്നത്. അത് വർഗീയവൽക്കരിക്കൽ എങ്ങനെ ബാൻ ചെയ്യുന്നതിനെ കുറിച്ച് ഇപ്പൊ നമ്മളിപ്പോ പണ്ട് യുദ്ധം ഉണ്ടായ സമയത്ത്, ഇവിടെ അമേരിക്കൻ ഇറാഖ് യുദ്ധം ഉണ്ടായ സമയത്ത് ഇവിടെ പിന്നെ നമ്മൾ ബാൻ ചെയ്തിരുന്നു പല സംഗതി. അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർ ഇവിടെ ഭരിക്കുന്ന കാലത്ത് നമ്മള് പിന്നെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ട് പലതും ബാൻ ചെയ്തിരുന്നു. മഹാത്മാഗാന്ധി തന്നെ പറയുകയുണ്ടായി നമ്മളോട് മറ്റേ സിൽക്ക് ഡ്രസ്സുകൾ, അതായത് യൂറോപ്പിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നതൊന്നും ഉപയോഗിക്കരുതെന്ന് പറഞ്ഞു. എന്നിട്ട് അതിന്റെ പേരിലാണ് നമ്മൾ ഖാദി വസ്ത്രം ധരിച്ചത്. അപ്പൊ അതൊക്കെ ഒരു രാഷ്ട്രീയപരമായ ചില മീമാംസകളാണ്. അതല്ലല്ലോ ഇവിടെ മതപരമായി വേർതിരിച്ച് വർഗീയത പറയുമ്പോ ഉള്ള പ്രശ്നത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഒരു മതത്തെ വേർതിരിച്ച് ക്രിസ്ത്യാനികളുടെ കടയിൽ നിന്ന് ആരും വാങ്ങരുത്. ഇത് ശരിക്കും ഒരു വ്യാപാരം നടക്കുന്ന ഒരു മാർക്കറ്റിൽ ചെന്ന് ഇങ്ങനെ ഒരാൾ പറയുകയാണെങ്കിൽ അവിടുത്തെ വ്യാപാരികൾ ഒരുമിച്ച് കൂടി ആളെ ആട്ടി ഓടിക്കും. അപ്പൊ അച്ഛൻ കുഞ്ഞ് പറഞ്ഞത് കേരളത്തിലെ ഒരു വ്യാപാരം നടക്കുന്ന കടയിൽ ഒരു പ്രദേശത്ത് ചെന്നാണ് ഇങ്ങനെ പറഞ്ഞതെങ്കിൽ അവിടുത്തെ മുസ്ലിങ്ങളും വ്യാപാരികളായ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒന്നിച്ച് ആളെ ആട്ടി ഓടിക്കും. ഈ പൊന്തം എന്താണ് ഇവിടെ പറയുന്നത്? വർഗീയതയാണല്ലോ പറയുന്നത്. ഞങ്ങളുടെ കച്ചവടത്തെ ബാധിക്കുന്ന വിധത്തിൽ ഇങ്ങനെ പറയാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞ അദ്ദേഹത്തെ ആട്ടി ഓടിക്കുമായിരുന്നു. ആ അർത്ഥത്തിൽ ഞാൻ ചിന്തിക്കുന്നത് ഇങ്ങനെ പറയുന്നത് വർഗീയതയാണോ അല്ലെ? എന്താണ് അജീഷ് അഭിപ്രായം എന്ന് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പോ ഏതൊരു സ്ഥാപനത്തിന്റെ ഇതാണെങ്കിൽ പോലും
ആ സ്ഥാപനത്തിന്റെ അകത്ത് നിന്ന് ഒരു മിനിറ്റ്, ഞാനൊരു കാര്യം ഒന്ന് നോക്കിക്കോട്ടെ. ആ ഇതിപ്പോ താങ്കൾ പറഞ്ഞു ഈ എന്തുവാ ഈ നമ്മുടെ എന്തുവാ രാഷ്ട്രത്തിന്റെ രീതിയിൽ, രാഷ്ട്രത്തിന്റെ ആണെങ്കിൽ പോലും സുഹൃത്തെ, അതും ഒരു ജനത ഉണ്ടാക്കിയ വിഷയമല്ലേ? ഒരു ജനത ഉണ്ടാക്കിയ സംഭവം തന്നെയല്ലേ അവര് ഉപയോഗിക്കുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന ജനത. ഇപ്പം ഈ ജനത ഉണ്ടാക്കിയ ഒരു സംഭവങ്ങളും വേണ്ടാന്ന് പറഞ്ഞാൽ പല മരുന്നുകളും ഇവിടുന്ന് ഒഴിവാക്കേണ്ടി വരും. അപ്പൊ അതും വെറുതെ അല്ലേ? അതിപ്പോ ഇന്ത്യ ബാൻ ചെയ്തു എന്നുള്ളത് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന പല കാര്യങ്ങളും വർഗീയതയല്ല, പക്ഷെ ഞങ്ങൾ പറയുന്നതെല്ലാം വർഗീയതയാണ് എന്ന് പറയുന്നത് ഒരു തെറ്റായ കാര്യമല്ലേ? നിങ്ങൾക്ക് പറയാം. ഞാനേ ഒരു പുസ്തകം എടുക്കുകയാണ്, നിങ്ങളെ പുസ്തകത്തിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ. പറഞ്ഞോ ഞാനിപ്പോഴത്തേനും വായിക്കും. ചോദ്യം ചെയ്യുന്നത് ഗാന്ധിയുടെ ആശയങ്ങളെയാണ്. അത് രാഷ്ട്രപരമായിട്ട് ബ്രിട്ടനോട് നമുക്ക് ആ കാലഘട്ടത്തിൽ യുദ്ധം ചെയ്യാൻ കഴിയുന്നത് പകരം അന്ന് നിങ്ങൾ ഖാദി ഉൽപ്പന്നങ്ങൾ മാത്രം ഉപയോഗിക്കണം എന്നുള്ള ഒരു അഹിംസാവാദത്തിന്റെ ഭാഗമായി ഗാന്ധി പ്രചരിപ്പിച്ചതുപോലെയുള്ള ഇസ്രായേലിനോട് യുദ്ധം ചെയ്യാനൊന്നും നമുക്ക് കഴിയില്ല, പകരം അവരോട് യുദ്ധം ചെയ്യുന്നത് അവരുടെ പ്രൊഡക്റ്റ് വാങ്ങൽ നിർത്തുക എന്നതാണെന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ മീമാംസയുടെ ഭാഗമായി ചെയ്ത കാര്യം നിങ്ങൾ ഇവിടെ വെച്ച് കെട്ടുന്നത് ഒരു മതപരമായ ഒരു ക്ലബ് ഹൗസിലേക്ക് വന്ന് അതിന്റെ ഒരു നേതാവായ അച്ഛൻ കുഞ്ഞു പറയുകയാണ് മുസ്ലിമീങ്ങളുടെ കടയിൽ നിന്ന് ആരും സാധനങ്ങൾ വാങ്ങരുത് എന്ന് പറയുമ്പോൾ, ഇത് ഞാൻ പറയുന്നു, നിങ്ങളൊരു സമുദായത്തിന്റെ അല്ലെങ്കിൽ പുറത്ത് മാർക്കറ്റിൽ നിന്നാണ് ഈ പറഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ വർഗീയവാദി എന്ന് ചാപ്പ കുത്തി അവർ കല്ലെടുത്തെറിയുമായിരുന്നു. കാരണം അവിടെ മുസ്ലിമീങ്ങളും ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളെല്ലാം ഏകോദര സഹോദരങ്ങളായിട്ട് കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ക്രിസ്ത്യാനിയുടെ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരിക്കുന്നു, ക്രിസ്ത്യാനികൾ മുസ്ലിമീങ്ങളുടെ കടയിൽ നിന്നും ഹിന്ദുക്കളെ, അവിടെ നിന്നും ഒരു വേർതിരിവില്ല. ഇങ്ങനെ വേർതിരിവില്ലാതെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിന്റെ സാഹചര്യത്തിൽ വന്ന് ഒരു അച്ഛൻ കുഞ്ഞെന്ന് പേരുള്ള ഒരാൾ വന്ന് പറയുകയാണ് നിങ്ങൾ ആരും മുസ്ലിമീങ്ങളുടെ കടയിൽ നിന്ന് വാങ്ങരുത് എന്ന് പറയുമ്പോൾ ഇതിലും വലിയ വർഗീയത വേറെ എന്താണ് പറയാനുള്ളത്? ഇതിനെക്കുറിച്ച് അജേഷ് എന്തിനാണ് വെറുതെ ന്യായീകരിക്കുന്നത്? തെറ്റാണെന്ന് പറയണ്ടേ? തെറ്റാന്നൊന്നും പറയത്തില്ല സുഹൃത്തെ. കാരണം നിങ്ങളുടെ പുസ്തകത്തിൽ നിങ്ങൾക്ക് എഴുതി വെച്ചിരിക്കുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ ആൾക്കാരുമായിട്ട് മാത്രമേ വ്യാപാര ബന്ധം പാടുള്ളൂ. എന്നിട്ട് അച്ചോച്ചാൻ ഇത് പറഞ്ഞപ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്താണ് അതൊരു വർഗീയതയായി മാറിയത്? നിങ്ങൾ ഫത്തുക്കുൽ മുഈൻ എന്ന് പറയുന്ന പുസ്തകം വായിച്ചിട്ടുണ്ടോ? കേരള വിചാരം അവിടെ ഉണ്ടോ മുസ്ലിങ്ങളെ കടയിൽ നിന്ന് വാങ്ങരുതെന്നുണ്ടോ? അല്ലല്ല, കച്ചവടം എപ്പോഴും ഇസ്ലാമിന്റെ ശത്രുക്കളുമായിട്ടല്ല. ഇസ്ലാമിന്റെ ശത്രുക്കാരാണ് പറയുകയാണ്. മിച്ചർ എന്നല്ല, മിച്ചറാണ് ഉദാഹരണം വെച്ചത്. ഞാൻ ചോദിച്ചതിന് മറുപടി തരൂ. ഫത്തുക്കുൽ മുഈന്റെ അകത്ത് എഴുതി വെച്ചിരിക്കുന്നത് ഇസ്ലാമിന്റെ കച്ചവടം ഇസ്ലാമുമായിട്ട് മാത്രമായിരിക്കണം, ഇസ്ലാമിന്റെ ശത്രുക്കളുമായിട്ട് ആകരുത്. ആരാണ് ഇസ്ലാമിന്റെ ശത്രുക്കൾ? ന്യായീകരിക്കുന്നത് ഫത്തുൽ മുഈൻ അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഞങ്ങൾക്കും അത് പറ്റും എന്നാണ് പറഞ്ഞു വരുന്നതാണ് നിങ്ങൾ പറഞ്ഞത്. പിന്നെ നിങ്ങളുടെ പ്രമാണം, നിങ്ങളുടെ കർമ്മശാസ്ത്ര പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന സംഭവം എടുത്ത് വായിച്ചപ്പോഴത്തേനും നിങ്ങൾക്ക് വായിക്കാൻ പോയപ്പോഴത്തേനും നിങ്ങൾക്ക് എന്താ ബുദ്ധിമുട്ട്? ഇനി വേറൊരു കാര്യം, ഒരു ഉസ്താദ് പറഞ്ഞു തന്നെ കേട്ടോ, അതേ പിടിച്ചോ. മുസ്ലിങ്ങളെ കടയിൽ ഉപദ്രവം കൊണ്ട് പ്രയാസപ്പെടുന്ന പല ആളുകളും ദ്വാരക്കാൻ ഏൽപ്പിച്ചവരുണ്ട്. വീടിന്റെ പരിസരത്ത് താമസിക്കുന്നവർ, അതുപോലെ കച്ചവട സ്ഥാപനങ്ങൾക്ക് സമീപം കച്ചവടം നടത്തുന്നവർ, കച്ചവട സ്ഥാപനങ്ങൾക്ക് സമീപം കച്ചവടം നടത്തുന്നവർ കേട്ടോ, ഒന്നുകൂടെ കേൾപ്പിച്ചു തരാം. ഇങ്ങനെ പല ആളുകളുടെയും ഉപദ്രവം സഹിക്കാൻ വയ്യാതെ ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ. ഒരു മാർഗം മഹാന്മാർ പഠിപ്പിച്ചു തരുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫീൽ, അലം തറ കൈഫ ഫഅല എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഫീൽ നിരന്തരം പാരായണം ചെയ്യുകയും ഈ ശത്രുവിനെ മനസ്സിൽ ഉദ്ദേശിക്കുകയും ചെയ്താൽ ആ ശത്രുവിന്റെ ശത്രുത അള്ളാഹു നീക്കിക്കളയുകയും രമ്യതയിലാക്കുകയും ചെയ്യുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. ഒന്നുകൂടെ പറയാം, ശത്രു കടയുടെ പരിസരത്ത് കച്ചവടം ചെയ്യുന്നവൻ, ഇതൊന്നും വർഗീയതല്ല. ഇത് പറയുന്ന ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാഫിസ് മുജീബ് റഹ്മാൻ പൈസാനി, കായംകുളം, കത്തീബ്, സൈദാർപള്ളി, തലശ്ശേരിയില്. ഇപ്പോൾ തലശ്ശേരിയില് ഖത്തീബാണ്, സൈദാർപള്ളിയിൽ ഇരിക്കുന്ന അദ്ദേഹമാണ് ഇത് പറയുന്നത്. ഞാൻ പറഞ്ഞതിന് ശേഷം പറഞ്ഞോ, താങ്കൾ പറയുമ്പോൾ ഞാൻ മൈക്ക് മ്യൂട്ട് ചെയ്തിരുന്നോളാം. ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്ത്. ഇതാണ് പറയുന്നത്. അപ്പൊ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൂറത്ത് വെച്ചുകൊണ്ട് ഓതുക എന്ന് പറയുന്നത് തന്നെ മറ്റൊരു പ്രവൃത്തിയാണ്. ഇസ്ലാമിലെ ജ്യോതിഷവും ഈ ഉറുക്ക് നൂലും കെട്ടും പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ വരുന്നതാണ്. അത് നമുക്ക് വഴിയെ സംസാരിക്കാം. അപ്പൊ ഇവിടുത്തെ ഈ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇസ്ലാമിന്റെ പരിസരത്ത്
വീടിന്റെ പരിസരത്ത് താമസിക്കുന്നവർ, അതുപോലെ കച്ചവട സ്ഥാപനങ്ങൾക്ക് സമീപം കച്ചവടം നടത്തുന്നവർ. അപ്പൊ കച്ചവട സ്ഥാപനത്തിന് സമീപം കച്ചവടം നടത്തുന്നവർ ഇവര് ശത്രുക്കളാണെങ്കിൽ മുസ്ലിമിന് എന്തൊക്കെയാണ് ശത്രുക്കളല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മുസ്ലിമിന്റെ കച്ചവട സ്ഥാപനത്തിന് പരിസരത്ത് കൊണ്ടുപോയി കച്ചവടം നടത്തുന്നവൻ മുസ്ലിം ആണെന്നുണ്ടെങ്കിൽ അവൻ എന്തൊക്കെയാണ് ശത്രുവല്ല. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ ന്യൂനതകളെ മറച്ചു വെക്കണമെന്ന് ഹദീസ് ഉള്ളിടത്തോളം, ഖുറാനല്ല ഹദീസ് ഉള്ളിടത്തോളം കാലം ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന് ശത്രുവല്ല. അങ്ങനെയെങ്കിൽ ഈ കച്ചവടത്തിന്റെ പരിസരത്തിരിക്കുന്നവനെ ഇത് പറഞ്ഞ് ഓടിക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് സംഭവം ഒന്ന് പറഞ്ഞ കേരള? ഓക്കെ ഞാൻ പറയാം. അതായത് ഇവിടെ ഈ അജേഷ് എന്ന ആള് പറഞ്ഞത് ഏതൊരു മുസ്ലിയാർ, എനിക്കറിയില്ല ആരാട്ടെ, ഏതൊരു മുസ്ലിയാർ ഒരു അദ്ദേഹത്തിന്റെ ചുറ്റുപാടുകളിലുള്ള ശത്രുക്കളുടെ ശത്രുതയിൽ നിന്ന് ഒഴിവാവണമെന്നുണ്ടെങ്കിൽ അവിടെ അദ്ദേഹം വ്യക്തമാക്കി പറഞ്ഞിട്ടില്ല അമുസ്ലിമീങ്ങളുടെ കടകളിൽ നിന്ന് എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. ശത്രുക്കൾ എന്നേ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ശത്രുക്കളുടെ ശത്രുതകളിൽ നിന്ന് ഒഴിവാകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കടയിലോ വീട്ടിലോ ഇരുന്ന് നിങ്ങൾ ഈ സൂക്തം പതിവാക്കിയാൽ മതി എന്ന് പറയുന്ന പോലെ, അതേതുപോലെ നിങ്ങളുടെ ഒരു ക്രിസ്ത്യൻ വിശ്വാസിയായ ഒരാള് നിങ്ങളുടെ കടകളിൽ ബൈബിൾ ഡെയിലി വായിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ബൈബിൾ അവിടെ വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ കടയിൽ ഐശ്വര്യം വരും എന്ന് വിശ്വസിക്കുന്നത് പോലെയുള്ള ഒരു വിശ്വാസത്തിന്റെ ഭാഗമായി ഒരു മുസ്ലിയാർ പറയുന്നു, നിങ്ങളുടെ കടകളിൽ നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുകയാണെങ്കിൽ ശത്രു പോലും രമ്യതയിലായി വരും, അവരുടെ ശത്രുത കുറഞ്ഞു പോകും എന്ന് പറഞ്ഞതിനെ വെച്ചിട്ടാണ് നിങ്ങൾ ഒരു മുസ്ലിമീങ്ങളുടെ കടയിൽ നിന്നും ഒരു സാധനവും വാങ്ങരുതെന്ന് പറഞ്ഞ അച്ഛൻ കുഞ്ഞു പറഞ്ഞതിനെ ന്യായീകരിക്കാൻ കൊണ്ടുവരുന്ന വാറോല. എന്ത് ബന്ധമാണ് ഇതിലുള്ളത്? ഇതിൽ എന്ത് തെറ്റാണുള്ളത്? അവരുടെ വിശ്വാസം അനുസരിച്ച് അവർ ആദരിക്കുന്ന ഒരു ഗ്രന്ഥം അവർ നടത്തുന്ന ഒരു കടയിൽ ഓതുകയാണെങ്കിൽ അവരുടെ അപ്പുറത്തുള്ള ശത്രുക്കളുടെ ശത്രുത കുറഞ്ഞ് അവര് രമ്യതയിൽ വരും എന്ന് പറയുന്നതും ഇതും തമ്മിൽ എന്താണ്? നിങ്ങൾ പറഞ്ഞത് പച്ചയായ വർഗീയതയാണ് അജേഷ് ബ്രദർ. എന്നാ ശരി, ഈ ഹലാലായിട്ടുള്ള ഭക്ഷണം നിങ്ങൾ കഴിക്കുവോ? ഹലാൽ അല്ലാത്ത ഭക്ഷണം? ഓക്കെ, അടുത്ത ചോദ്യം. ശരി, ഹലാലായ, ഞാൻ പറഞ്ഞില്ല ഞാനൊരു ക്രിസ്ത്യാനിയല്ല, ഞാനൊരു മുസ്ലിമാണ്. എന്റെ മുസ്ലിം മതത്തിന്റെ നിയമം അനുസരിച്ച് എന്ത് കഴിക്കണം എന്ത് കഴിക്കണ്ട എന്ന് വ്യക്തമാക്കി ഞങ്ങളുടെ ഖുർആനും ഞങ്ങളുടെ ഗ്രന്ഥങ്ങളും ഞങ്ങളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ നാമം ഉച്ചരിക്കാതെ അറുത്ത ഭക്ഷണം കഴിക്കരുത് എന്ന് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അത് അങ്ങനെ അറുത്തതാണോ അല്ലേ എന്ന് അറിയാത്ത പക്ഷം ഞങ്ങൾക്ക് കഴിക്കാൻ കഴിയില്ല. അങ്ങനെ അർത്ഥതാണ് എന്ന് അറിഞ്ഞാൽ മാത്രമേ ഞങ്ങൾക്ക് കഴിക്കാനാവൂ. ബാക്കിയുള്ള മനുഷ്യരോട് കാണിക്കുന്ന വർഗീയതയല്ലേ നിങ്ങളത്? അതെങ്ങനെ വർഗീയത വരും? അതെങ്ങനെ വർഗീയതയാകത്തില്ല? കാരണം നിങ്ങൾ നടത്തുന്ന ഹലാലായിട്ടുള്ള കാര്യങ്ങൾക്കിടയിലേക്ക് ഹലാൽ അല്ലാത്ത ഒരു സംഭവം കൊണ്ട് നിങ്ങൾ കഴിക്കത്തില്ല എന്ന് പറയുന്ന പോലെ നിങ്ങളുടെ വർഗീയതയല്ലേ അത്? നിങ്ങളുടെ മതത്തിന്റെ നിയമത്തിൽ നിങ്ങൾ വർഗീയത കാണിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ പന്നി മാംസം കഴിക്കുന്ന ക്രിസ്ത്യാനികൾക്കിടയിൽ ചെന്ന ഒരു മുസ്ലിം അവന് പന്നി മാംസം കഴിക്കാതിരുന്നത് നിങ്ങൾ വർഗീയവാദി ആയതുകൊണ്ടാണ് എന്ന് പറയുന്നത് എന്തർത്ഥമാണ് ഉള്ളത് അജേഷ് ബ്രദറെ? പന്നി മാംസം കഴിക്കാമെന്ന് ഖുറാന്റെ അകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഖുറാന്റെ അകത്ത് എഴുതി വെച്ചോ എന്നല്ല, മുസ്ലിമീങ്ങളുടെ വിശ്വാസത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. മുസ്ലിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് ഖുറാന് പുറത്താണോ നിങ്ങളുടെ വിശ്വാസം? അജേഷ് ബ്രദർ എന്താണ് പറയുന്നത്? മുസ്ലിമീങ്ങൾക്ക് ആർക്കെങ്കിലും പന്നി മാംസം കഴിക്കാമെന്ന് വിശ്വാസമുണ്ടോ? ഉണ്ട്, ഖുറാന്റെ അകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കാണ്, ഏത് മുസ്ലിങ്ങൾക്ക് അങ്ങനെ വിശ്വാസം ഉള്ളത്? ഖുറാന്റെ അകത്ത് എഴുതി വെച്ചിട്ടുണ്ടെന്നേ. ഖുറാന്റെ അകത്ത് എഴുതി വെച്ചത് തെറ്റാണ്, അത് ഞങ്ങളുടെ വിശ്വാസം അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാനത് ശരിയാക്കി തരാം. എന്ത് പറയുന്നത്? നിങ്ങൾ കൊണ്ടുപോവാ, എവിടെയാണ് ഖുറാനില് പന്നി മാംസം കഴിക്കാന്നുള്ളത്? മുസ്ലിമീങ്ങള് സാധാ ഒരു കോഴിയിറച്ചി കഴിക്കുന്ന പോലെ അവർക്ക് പന്നി മാംസം കഴിക്കുക എന്ന് ഖുറാനിൽ എവിടെയാണ് അനുവദിച്ചിട്ടുള്ളത്? ഖുറാന്റെ അകത്ത് എവിടെ ഉള്ളതെന്ന് ഞാൻ കാണിച്ചു തരാം. അതിനെന്താ? അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ വർഗീയതാവാദിയാണെന്നുള്ള ആ ലീസിസ്റ്റർ പോലെ ഇസ്ലാം എന്ന് പറയുന്നതിന്റെ അത്രയും വർഗീയത ഈ ലോകത്ത് വേറെ ആരെങ്കിലും നടത്തുന്നുണ്ടോ? നിങ്ങൾ തെളിയിക്കുക. നിങ്ങൾ അതായത് ക്രിസ്ത്യാനികൾക്കിടയിൽ ചെന്ന് പോയ ഒരു മനുഷ്യൻ പറയാം ഞാൻ പന്നിമാംസം കഴിക്കില്ല എന്ന് പറയുമ്പോൾ അത് വർഗീയവാദമാണ് എന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ പറഞ്ഞു പന്നിമാംസം കഴിക്കാം എന്ന് ഖുർആനിലുണ്ടല്ലോ. ശരി, തെളിയിക്കും. ഉണ്ട്, ഖുർആനിലുണ്ട്, ഞാൻ തെളിയിച്ചു തരാം. ഞങ്ങൾക്ക് പന്നിമാംസം അനുവദനീയമാണ് എന്ന് കാണിച്ചാൽ മതി. കോഴിയിറച്ചി കഴിക്കുന്ന പോലെ പോത്തിറച്ചി കഴിക്കുന്ന പോലെ ഞങ്ങൾക്ക് പന്നി ഞങ്ങൾക്ക് നിഷിദ്ധമല്ല, അത് കഴിക്കാവുന്ന വസ്തുവാണെന്ന് കാണിച്ചാൽ മതി. അതൊരു വലിയ പാടൊന്നുമില്ലല്ലോ. അന്യമതസ്ഥരോട് രൂക്ഷമായി പെരുമാറുക, അന്യമതസ്ഥരെ കണ്ടെടുത്ത് വെച്ച് വെട്ടിക്കൊള്ളുക, അതൊക്കെ ഓരോ
അവര് അവര് ഇസ്ലാമാകും. നിങ്ങൾ പറട്ടെ ഫേക്ക് ബ്രദറെ ഇപ്പൊ അതിലേക്ക് പോണ്ട. ഫേക്ക് ബ്രദർ ഇപ്പൊ അങ്ങോട്ട് പോണ്ട. അജിസ്റ്റ് ബ്രദർ സംസാരിക്കട്ടെ. കേരള ഒന്ന് മ്യൂട്ട് ചെയ്യും. കേരള ഒന്ന് മ്യൂട്ട് ചെയ്ത്. അതെ പിടിക്കണ്ട. കേരള ഇപ്പൊ അതെ പിടിക്കണ്ട. അത് വിട്ടേര്. ഒന്ന് മ്യൂട്ട് ചെയ്തു. അപ്പം ക്രിസ്ത്യാനി ആയിട്ടുള്ള ഒരു കൂട്ടരുടെ ഇടയിലേക്ക് ഒരു മുസ്ലിം ചെല്ലുന്നു. മുസ്ലിം അവിടെ ചെന്നപ്പോഴത്തേനും അദ്ദേഹത്തിന് ഭക്ഷണം മുമ്പിൽ ഇരിക്കുന്നത് പന്നിയിറച്ചിയാണ്. പന്നിയിറച്ചിയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇപ്പൊ കേരള വിചാരം പറയുന്നുണ്ടെങ്കിൽ, കേരള വിചാരമേ വേറൊരു പ്രശ്നം കൂടെ ഉണ്ട്. ഈ പന്നിയിറച്ചി ഇസ്ലാമിൽ കഴിക്കാം, അതിനൊരു കുഴപ്പമില്ല. അതിന് ഖുർആൻ ആയത്തും വ്യക്തമായിട്ട് ഉണ്ട്. ഞാനൊരു ഉദാഹരണം പറഞ്ഞ, ഇനി പന്നിയിറച്ചി പാമ്പിറച്ചി ആയിക്കോട്ടെ. പാമ്പിറച്ചി എന്നല്ല, അവിടെ നിൽക്കും, ഉദാഹരണമൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാനത് തെളിയിച്ചിട്ടേ ഇനിയും മുമ്പോട്ട് പോകുന്നുള്ളൂ. കാരണം ഞാൻ റെഫറൻസ് വെച്ച് സംസാരിക്കുന്ന ആളായതുകൊണ്ട് നമുക്കത് ശേഷം ആ വിഷയത്തിലേക്ക് പോവാം. ഈ തെളിവെടുത്തോളൂ. ഓക്കെ തെളിവ് വരാം. എന്താ ഖുറാന്റെ അകത്ത് പറയുന്ന ഒരു കാര്യമാണ് പന്നിയിറച്ചി എന്നുള്ള വിഷയം. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ നോക്കുമ്പോഴത്തേനും കാണാം ഈ റെഫറൻസ് നമ്പർ പറഞ്ഞോളൂ. അതിനെന്താ പറയാൻ ഒരു മിനിറ്റ്. രാവിലെ ലാപ്ടോപ്പ് സ്ലോ ആവുന്നല്ലോ. നിങ്ങള് ലാപ്ടോപ്പ് സ്ലോ ആണെങ്കിൽ ഇവിടെ ഉള്ള വേറെ ആരോടെങ്കിലും ചോദിച്ചോളൂ, വർക്കിനോടോ. കേരള ഒന്ന് മ്യൂട്ട് ചെയ്യുക. കേരള ഒന്ന് ക്ഷമയോടെ ഇവിടെ ഇരിക്കുക. ഇത്ര ബുദ്ധിമുട്ട് എന്താ? അദ്ദേഹം തരുമല്ലോ. താങ്കൾ ഇങ്ങനെ പ്രയാസപ്പെടാതെ. അല്ല, ടൈം ഒരുപാട് പോകുന്നു. നിങ്ങൾക്ക് ടൈമൊന്നും കളയുന്നില്ല. അതിനെപ്പറ്റി ഓർത്ത് ദുഃഖിക്കുക വേണ്ട. ഓക്കെ, റെഫറൻസ് പിടിച്ചു. രണ്ടിന്റെ 173.
വായിച്ചോളൂ. ശവം, രക്തം, പന്നിമാംസം, അല്ലാഹു അല്ലാത്തവർക്കായി പ്രഖ്യാപിക്കപ്പെട്ടത് എന്നിവ മാത്രമേ അവൻ നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയിട്ടുള്ളൂ. ഇനി ആരെങ്കിലും നിഷിദ്ധമായത് ഭക്ഷിക്കുവാൻ നിർബന്ധിതനായാൽ അവന്റെ മേൽ കുറ്റമില്ല. അവൻ നിയമലംഘനത്തിന് മുതിരാതിരിക്കുകയും പരിധി കവിയാതിരിക്കുകയും വേണം. തീർച്ചയായും അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാവുന്നു. ഇനി വേറൊരു ഇതുണ്ട്, അതാണ് കുറച്ചുകൂടെ ശക്തമായത്. പക്ഷെ ഞാനത് നോക്കിയിട്ട് കാണുന്നില്ല. അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്, അത് വേറെ ഒരു രീതിയിലാണ് വന്നിരിക്കുന്നത്. എന്താ കള്ളി, ഇതിനെപ്പറ്റി പറഞ്ഞോളൂ. ഇപ്പൊ ഈ ഖുറാന്റെ അകത്ത് ഇതിൻ്റെ അകത്തുണ്ടല്ലോ പന്നി കഴിക്കാമെന്നുള്ളത്. എവിടെ കഴിക്കാന്നുള്ളത് ഞാൻ വായിക്കൊന്നുകൂടി, നിങ്ങൾ വായിച്ചാൽ. ഞാൻ ശവം, രക്തം, മാംസം, അള്ളാഹു അല്ലാത്തവർക്കായി പ്രഖ്യാപിക്കപ്പെട്ടത് എന്നിവ മാത്രമേ അവൻ നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയിട്ടുള്ളൂ. ഇവിടെ നിഷിദ്ധമാക്കിയതല്ല പറയുന്നു, നിങ്ങൾ അനുവദിക്കാവുന്ന തെളിവ് കൊണ്ടുവന്നത്. ബാക്കി എന്താ മായോ പോയോ? ആരെങ്കിലും നിഷിദ്ധമായത് ഭക്ഷിക്കുവാൻ നിർബന്ധിതനായാൽ അവന്റെ മേൽ കുറ്റമില്ല. എന്നാൽ അവൻ നിയമലംഘനത്തിന് മുതിരാതിരിക്കുകയും അനിവാര്യതയുടെ പരിധി കവിയാതിരിക്കുകയും വേണം. തീർച്ചയായും അള്ളാഹു ഏറെ പൊറുക്കുന്നവരും കരുണാനിധിയുമാകുന്നു. അപ്പൊ ഇവിടെ വ്യക്തമായി എഴുതിയതാണ് പന്നി മാംസം നിഷിദ്ധമാക്കിയതാണ് എന്ന്. പിന്നെ അത് കഴിക്കാമെന്ന് എഴുതി വെച്ചിരിക്കുന്നത് എവിടെ കഴിക്കാന്നുള്ളത്? അതിന്റെ താഴെ നിഷിദ്ധമായത് ഭക്ഷിക്കുവാൻ, അതെന്തേ ബ്രാക്കറ്റ്? ബാക്കിയുള്ളതെല്ലാം ബ്രാക്കറ്റിലുള്ളത് വായിച്ചല്ലോ, ആ ബ്രാക്കറ്റൂടെ ചേർത്തൊന്ന് വായിച്ചേനി. ഇനി ആരെങ്കിലും നിഷിദ്ധമായത് ഭക്ഷിക്കുവാൻ നിർബന്ധിതനായാൽ അവന്റെ മേൽ കുറ്റമില്ല. കുറ്റമില്ല. ബാക്കി വായിച്ചു. അതെ, ഇതിനെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്? ഇത് തന്നെയാ പറയുന്നത്. ഇനിയും വേറെ ഉണ്ട്, തരാം. അത് ശരി. എന്താണ് ഇവിടെ വ്യക്തമാക്കി പറയുന്നു, പന്നി മാംസം നിഷിദ്ധമാണ്. ഇനി ഒരാള് വാൾമുനയിൽ നിർത്തിയിട്ട് പറയാണ് ഇത് കഴിച്ചേ മതിയാവും എന്ന് പറഞ്ഞാൽ കഴിക്കുന്നതിന് കുഴപ്പമില്ല എന്നതിന്റെ അർത്ഥമുള്ളൂ. അയാളുടെ ജീവനാണ്. പറഞ്ഞു. അപ്പൊ അജേഷ് ബ്രദറ് ഇസ്ലാമില് പന്നി മാംസം കഴിക്കാൻ അനുവദനീയമാണ്. ഞാൻ വീണ്ടും ചോദിച്ചു, കണ്ടീഷൻ ഒന്നും ഇല്ലാതെ ചിക്കന്റെ മാംസം കഴിക്കുന്ന, കോഴി മാംസം കഴിക്കുന്ന പോലെ, അതുപോലെ തന്നെ പോത്തു മാംസം കഴിക്കുന്ന പോലെ പന്നി മാംസവും കഴിക്കാം എന്ന് അനുവദനീയമാണെന്ന് ഖുർആനിലുണ്ടോ എന്നതിന് തപ്പിപ്പിടിച്ച് കണ്ടെത്തിയ ഒരു നമ്പറായിരുന്നു 2:173. അതിൽ അടിവരട്ട് പറയുന്നത് പന്നി മാംസം നിഷിദ്ധമാണ് എന്നാ പറയുന്നത്. ഇനി ആർക്കെങ്കിലും അങ്ങനെ ഒരു സാഹചര്യവശാൽ ജീവൻ പോകുമെന്നുള്ള ഭയത്തിൽ കഴിക്കേണ്ടി നിർബന്ധിക്കപ്പെടുകയാണെങ്കിൽ കഴിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല എന്നും പറഞ്ഞു. ഇതാണ് നിങ്ങൾ അനുവദനീയമാണ്. എന്റെ ചോദ്യം, ഹറാമാക്കിയ ആള് തന്നെയാണോ ആ സമയത്ത് ഹലാലാക്കി കൊടുക്കുന്നത്? അതെ, ഹലാലാക്കിയ ആള് തന്നെയാണ് ഹറാമാക്കിയ ആള് തന്നെയാണ് ഹലാലാക്കി കൊടുക്കുന്നത്. ഈ നിയമത്തിന് എന്ത് വ്യവസ്ഥ? സാഹചര്യങ്ങൾ നോക്കണല്ലോ, ഓരോ സാഹചര്യത്തിനനുസരിച്ച്. സാഹചര്യം എന്തും ആയിക്കോട്ടെ, സാഹചര്യം നോക്കുന്ന സമയത്ത് അത് ഭക്ഷണം കഴിക്കാം, ഉറപ്പാണ്. അതെ, ജീവൻ നഷ്ടപ്പെടുമെന്ന് കണ്ടാൽ, ജീവനാണ് പ്രധാനം അവിടെ. അവന്റെ നിയമങ്ങൾക്ക് അപ്പൊ അവന് നിയമത്തിന് ചെറിയ വിടുതി കൊടുക്കുകയാണ്. ജീവനാണ് പ്രധാനം. അപ്പൊ ജീവൻ നിലനിർത്താൻ വേണ്ടി ഇത് കഴിക്കാവേ, കുഴപ്പമൊന്നുമില്ലല്ലോ. അതാണ് പറയുന്നത്, ഒരാളെ വാൾമുനയിൽ നിർത്തി ഇത് കഴിക്കണമെന്ന് പറയുമ്പോ അപ്പൊ കഴിക്കേണ്ടി വരും, അല്ലാതെ അനുവദനീയമല്ല. അതിന് അനുവദനീയമല്ല. സൂറ 5:3 ഒന്ന് വായിക്കട്ടെ. സൂറ 5:3. ശരി, അടുത്തെടുത്തോളൂ. ഏതായാലും ഇതിലില്ല 5-ന്റെ. ശവവും രക്തവും പന്നിമാംസവും അല്ലാഹു അല്ലാത്തവരുടെ നാമത്തിൽ അറക്കപ്പെട്ടതും ശ്വാസം മുട്ടിയോ അടിയേറ്റോ ചത്തതും മുകളിൽ നിന്ന് താഴോട്ട് വീണ് ചത്തുപോയതും തമ്മിൽ കുത്തിച്ചത്തതും ഹൃംസജന്തുക്കൾ പരിക്കേൽപ്പിച്ചതും അനന്തരം ചാകുന്നതിന് മുമ്പ് നിങ്ങൾ അറുത്തിട്ടുള്ളത് ഇതിൽ നിന്ന് ഒഴിവാക്കുന്നു. പ്രതിഷ്ഠകൾക്ക് വേണ്ടി ബലി അർപ്പിക്കപ്പെട്ടതും നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ അമ്പുകൊണ്ട് ഭാഗ്യം പരീക്ഷിക്കുന്നതും നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. ഇതെല്ലാം കടുത്ത അധർമ്മമാകുന്നു. ഇത് സത്യനിഷേധികൾ നിങ്ങളുടെ ദീനിനെ സംബന്ധിച്ച് തികച്ചും നിരാശരായി കഴിഞ്ഞിരിക്കുന്നു. അതിനാൽ നിങ്ങൾ അവരെ ഭയപ്പെടേണ്ട, എന്നെ ഭയപ്പെടുവിൻ. ഇന്ന് ഞാൻ നിങ്ങളുടെ ദീൻ നിങ്ങൾക്ക് സമ്പൂർണമാക്കി തന്നിരിക്കുന്നു.
എന്റെ അനുഗ്രഹം നിങ്ങളിൽ തികയ്ക്കുകയും ചെയ്തിരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ഇസ്ലാമിനെ ദീൻ എന്ന നിലയിൽ ഞാൻ തൃപ്തിപ്പെടുകയും ചെയ്തിരിക്കുന്നു. അതിനാൽ നിങ്ങൾക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ട ഹിതാഹിത നിയമങ്ങൾ പാലിക്കുവിൻ. വല്ലവനും പാപം ചെയ്യണമെന്ന വിചാരത്തോടെ അല്ലാതെ അസഹ്യമായ വിശപ്പ് കൊണ്ട് നിർബന്ധിതനായാൽ ഇവയിൽ എന്തെങ്കിലും തിന്നേണ്ടി വന്നാൽ നിസംശയം അള്ളാഹു മാപ്പരുളുന്നവനും ദയാവരനുമാകുന്നു. അസഹ്യമായ വിശപ്പ് കൊണ്ട് നിർബന്ധിതനായാൽ ക്രിസ്ത്യാനികളുടെ ഇടയിൽ മാത്രം ഇരിക്കുമ്പോൾ വിശപ്പ് കൂടിയിരിക്കുന്ന സമയത്ത് ഇത് കഴിക്കാം എന്ന് തന്നെയല്ലേ കേരള വിചാരം പറയുന്നത്? അല്ല, ഈ ഖുറാന്റെ അകത്ത് പറയുന്നത് ശരിയല്ലേ? അജ്ജി ആ നമ്പർ എത്ര പറഞ്ഞത്? 5-3 ജസ്റ്റ് വെയിറ്റ്. 5-3 ഓക്കെ. ഇത് കഠിന വിശപ്പ് കാരണം ഞാൻ ജസ്റ്റ് ഒന്ന് അതിന്റെ കണ്ടന്റ് കറക്റ്റ് എടുക്കട്ടെ. അപ്പോ അതുപോലെയല്ല, ക്രിസ്ത്യാനികൾക്കിടയിൽ ഇരുന്ന് ഭക്ഷിക്കുമ്പോ പന്നിമാംസം കഴിക്കുന്ന പോലെയല്ല. അസഹ്യമായ വിശപ്പ് കാരണം മരണം സംഭവിക്കുമെന്ന് പേടിച്ചാലാണ് അർത്ഥം. മനസ്സിലായില്ലേ? അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല. അവിടെയും കറക്റ്റ് വ്യക്തമാക്കി പറഞ്ഞു. അല്ല, എന്റെ ചോദ്യം താങ്കൾ പറഞ്ഞ കുറച്ചു മുമ്പ് എന്താ പറഞ്ഞത്? ക്രിസ്ത്യാനികളുടെ ഇടയിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ അത് കഴിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അത് കഴിക്കാൻ ഹറാമാണെന്നും പറഞ്ഞുകൊണ്ട് മാറിയിരിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പൊ താങ്കൾ എന്താ അത് മാറ്റുന്നത്? അസഹ്യമായ വിശപ്പ് വരുമ്പോ കഴിക്കാവുന്നതല്ല. അപ്പൊ നിങ്ങൾക്ക് സാഹചര്യത്തിനനുസരിച്ച് പന്നിയിറച്ചി കഴിക്കാം. ശരിയാണോ ഇല്ലയോ? അല്ല, അസഹ്യമായ വിശപ്പ് എന്ന് പറഞ്ഞാൽ ആള് അത് കഴിച്ച് അതല്ലാതെ വേറെ ഒന്നും കിട്ടാനില്ല. ഒരു കാട്ടിൽ ഒറ്റപ്പെട്ടു പോയി, വേറെ ഒന്നും കിട്ടാനില്ല. അത് മാത്രമേ ഉള്ളൂ. കൂടി കഴിച്ചില്ലെങ്കിൽ അയാൾ മരിച്ചു പോകും എന്നുള്ള ഒരു അവസ്ഥ, അതിനെ കുറിച്ചാണ് അവിടെ പറഞ്ഞത്. അതാണ് അസഹ്യമായ. ആ അവസ്ഥയിലാണെങ്കിലും പന്നി കഴിക്കാവോ? ആ അസഹ്യമായ വിശപ്പ് ആള് ജീവൻ മരിച്ചു പോകും എന്ന് കണ്ടു കഴിഞ്ഞാൽ പന്നി കഴിക്കാം. ഇതിനല്ല ഞാനും പറഞ്ഞുകൊണ്ടിരുന്ന, ഖുറാന്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട് പന്നി കഴിക്കാമെന്ന്. അതല്ല പറഞ്ഞത്, നിങ്ങൾ അനുവദനീയമാണ്, നോർമൽ. ഞാൻ അൺകണ്ടീഷണൽ ഞാൻ ചോദിച്ചു, പ്രത്യേകം എടുത്തു ചോദിച്ചു. റീപ്ലൈ ഒന്ന് കേൾപ്പിച്ചേ. ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈവ് ഇടുന്നവരാ റീപ്ലൈ ഇദ്ദേഹത്തോട് ഞാൻ പറഞ്ഞ ആ പന്നിയുടെ വിഷയം മുതൽ ഒന്ന് കേൾപ്പിച്ച ആരാന്ന് വെച്ചാൽ. വാക്ക് മാറ്റി കളിക്കാൻ മുസ്ലിങ്ങൾക്ക് അല്ലെങ്കിലും കഴിവ് കൂടുതലാണ്. ആ കളിയായിട്ട് ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട. ആരാ വിടുന്നേ? ഫുള്ളെടുത്ത് ആ പന്നിയുടെ വിഷയം. ഞാൻ പറഞ്ഞത് ഖുറാന്റെ അകത്ത് പന്നിയിറച്ചി കഴിക്കാമെന്ന് ഖുറാനിൽ എഴുതി വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് തന്നെയാണ് ഞാനിവിടെ പറയുന്നതും ഇപ്പോഴും പറയുന്നത്. അസഹ്യമായ വിശപ്പ് കൊണ്ട് നിർബന്ധിതനായാൽ കഴിക്കാം എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതങ്ങനെ തന്നെയാണ്. മരിക്കുമെന്ന് ഭയപ്പെട്ട് വന്നാൽ കഴിക്കാം എന്ന് തന്നെ ഞാൻ പറഞ്ഞു. ഇത് തന്നെയല്ലേ ഞാനും പറഞ്ഞത്. അപ്പൊ പന്നി കഴിക്കാമെന്ന് തന്നെയല്ലേ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വാക്കില്ല. അസഹ്യമായ വിശപ്പോ മരിക്കാൻ ഉണ്ട്. കാത്തലിക് പറ ഇത് പഴയ ഖുറാന്റെ അകത്ത് അസഹ്യമായ വിശപ്പ് ഉണ്ടെന്നുള്ളത് കൊണ്ട് പുതിയ ഖുറാന്റെ അകത്ത് വിശപ്പ് ഉണ്ടെന്നാക്കി. ഇനിയും നമ്മൾ ഇമാം റാസി എടുത്ത് നോക്കുവാണെങ്കിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ശവം, രക്തം, പന്നിമാംസം അല്ലാത്തവരുടെ പേര് പറയപ്പെട്ടത്, ശ്വാസം മുട്ടിച്ചു കൊന്നത്, തല്ലിക്കൊന്നത്, വീണ് ചത്തത്, തമ്മിൽ കുത്തി ചത്തത്, ഹിംസ്രജന്തുക്കൾ കൊന്നു തിന്നത്, എന്നാൽ നിങ്ങൾ അറുത്തതൊഴികെ ശിലകളുടെ മുമ്പിൽ ബലിയറുത്തത് എന്നിവ നിങ്ങൾക്ക് നിഷിദ്ധമാകുന്നു. അമ്പുകൾ കൊണ്ട് ഭാഗ്യം നോക്കുന്നത് നിങ്ങൾക്ക് നിഷിദ്ധമാക്കി. അതെല്ലാം കുറ്റമാണ്. നിങ്ങളുടെ മതത്തെക്കുറിച്ച് സത്യനിഷേധികൾ ഇന്ന് തികച്ചും ഹതാശരാണ്. അതിനാൽ അവരെ നിങ്ങൾ ഭയപ്പെടരുത്, എന്നെ ഭയപ്പെടുവിൻ. ഇന്ന് നിങ്ങളുടെ മതത്തെ നിങ്ങൾക്ക് ഞാൻ പൂർണ്ണമാക്കുകയും എന്റെ അനുഗ്രഹം നിങ്ങളിൽ തികവുറ്റതാക്കുകയും ഇസ്ലാമിനെ നിങ്ങളുടെ ജീവിത വ്യവസ്ഥയായി തൃപ്തിപ്പെടുത്തുകയും ചെയ്തു. വിശപ്പ് മൂലം വല്ലവന് നിർബന്ധിതനായി നിഷിദ്ധം തിന്നാൽ അവൻ മനഃപൂർവ്വം തെറ്റിലേക്ക് ചായരുതെന്ന് അള്ളാഹു അങ്ങേയറ്റം പൊറുക്കുന്നവനും പരമകാരുണികനുമാകുന്നു. ഞാൻ പറഞ്ഞത് തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. പന്നി ഇറച്ചി കഴിക്കാം എന്ന് ഖുറാന്റെ അകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കഴിക്കുകയും ചെയ്യാം. സാഹചര്യത്തിനനുസരിച്ച് അസഹ്യമായ വിശപ്പ് കൊണ്ടോ വിശപ്പ് വരുമ്പോഴോ വേറെ ഒന്നും കഴിക്കാൻ പറ്റാത്ത സമയത്ത്, കിട്ടാനില്ലാത്ത സമയത്ത് നിങ്ങൾക്ക് പന്നി കഴിക്കാവില്ലയോ സലീമ? വെയിറ്റ്. അതെ അജേഷ് ബ്രദർ പറഞ്ഞത് ഇങ്ങനെ. ബോയ് ബ്രദർ ഇത് കഴിയട്ടെ. അജേഷ് ബ്രദർ പറഞ്ഞത് ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ എതിർക്കുമായിരുന്നില്ല. അസഹ്യമായ വിശപ്പ് കാരണം പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കഴിക്കാം, അങ്ങനെയാണ് പറഞ്ഞിരുന്നെങ്കിൽ പ്രശ്നമില്ല. ഇത് വിരുന്ന് വിളിച്ചു. ശരി, 5:3 വായിച്ചേ. നിങ്ങളൊന്ന് വായിച്ചു 5:3. നിങ്ങളുടെ ഇരിക്കുന്ന ഖുറാൻ എടുത്ത് വായിച്ചേ. ഞാൻ വായിച്ചു. ഏതാണെന്നൊന്ന് പറയണേ. ഏത് ഖുറാനാന്നൊന്ന് പറയണേ. ഇത് നിങ്ങള് ചെറിയ മുണ്ടത്തി ഏതാണ് നിങ്ങൾക്ക് അറിയില്ല, പേരൊന്നും അറിയില്ല. ഞാൻ ഖുറാന്റെ പരിഭാഷയാണെന്ന് ഞാൻ പറയാം. ശവം, നിങ്ങൾ വായിക്കുന്ന ഏതാണെന്നുള്ളത് ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം.
ഞാൻ ഖുർആനല്ല പരിഭാഷയാണ് വായിക്കുന്നത്. പരിഭാഷ അത് തന്നെ. വായിച്ചു. ഓക്കെ. ശവം, രക്തം, പന്നിമാംസം, അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അറുക്കപ്പെട്ടത്, ശ്വാസം മുട്ടി ചത്തത്, അടിച്ചു കൊന്നത്, വീണു ചത്തത്, കുത്തേറ്റ് ചത്തത്, വന്യമൃഗം കടിച്ചു തിന്നത് എന്നിവ നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. ഈ ഹലാലിന് കൂടെക്കുമ്പോ ഇതൊക്കെ ഇന്ന് പോയിട്ടോ. എന്നാൽ ജീവനോടെ നിങ്ങൾ ജീവനോടെ എന്നുള്ളത് ബ്രാക്കറ്റിലല്ലേ? ജീവനോടെ എന്നാൽ പോട്ടെ. വേണ്ട, അതവിടെ പറയണ ആവശ്യമില്ല. എന്നാൽ നിങ്ങൾ അറുത്തത് ഇതിൽ നിന്നൊഴിവാകുന്നു. പ്രതിഷ്ഠകൾക്ക് മുമ്പിൽ ബലിയർക്കപ്പെട്ടതും, ഈ ബ്രാക്കറ്റിൽ ബലിയർപ്പിക്കപ്പെട്ടതും നിങ്ങൾക്ക് നിഷിദ്ധമാകുന്നു. അത് ബ്രാക്കറ്റിലാണ്. നിങ്ങൾക്കുള്ളതും ബ്രാക്കറ്റാണ്. ഓക്കെ. നിങ്ങൾക്ക് അവിടെ സ്വാഭാവികമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അമ്പുകൾ ഉപയോഗിച്ച് ഭാഗ്യം നോക്കലും അതും ബ്രാക്കറ്റിലാണ് പിന്നെ വരുന്നത്. നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ബ്രാക്കറ്റിൽ. അമ്പുകൾ ഉപയോഗിച്ച് ഭാഗ്യം നോക്കൽ എന്നുള്ളത് ബ്രാക്കറ്റ് അല്ല. അതെ, അതായത് അമ്പുകൾ ഉപയോഗിച്ച് ഭാഗ്യം നോക്കലും എന്നുള്ളത് മുൻപേ പറഞ്ഞതിലേക്ക് ചേർത്ത് പറയുന്നതുകൊണ്ടാണ് അത് ബ്രാക്കറ്റിൽ. അത് കുഴപ്പമില്ല, ബാക്കി വായിച്ചോ. അതൊക്കെ അധർമ്മമാകുന്നു. ഇതൊക്കെ അധർമ്മമാണ്. അതായത് പന്നി മാംസം തിന്നല് അധർമ്മമാണ് എന്നർത്ഥം. ഇത് ഞാനതാണ് പറഞ്ഞത്, അധർമ്മമാണ്, അത് നിഷിദ്ധമാണെന്ന് ഞാനും പറഞ്ഞു. ഇത് സത്യനിഷേധികൾ നിങ്ങളുടെ മതത്തെ നേരിടുന്ന കാര്യത്തിൽ ഇന്ന് സത്യനിഷേധികൾ നിങ്ങളുടെ മതത്തെ നേരിടുന്ന കാര്യത്തിൽ നിരാശപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ അവരെ നിങ്ങൾ പേടിക്കേണ്ടതില്ല. ഇതിനെ നിങ്ങൾ പേടിക്കുക. അവരെന്ത് പറയുന്നു, അല്ലെങ്കിൽ അവരെ ഹലാൽ എന്ന് വെച്ചത് കൊണ്ട് കഴിക്കണ്ട. ഞാൻ ഒരു കാര്യം പറയട്ടെ സുഹൃത്തെ, ഖുറാന്റെ ഒരു ഇതനുസരിച്ച് ഖുറാൻ ആയത്ത് വായിച്ചതിന് ശേഷമേ ഒരു പ്രാവശ്യം വായിക്കുക, അതിന് ശേഷം മാത്രമായിരിക്കണം വിശദീകരണം എന്നാണ് കർമ്മശാസ്ത്രത്തിൽ ഖുറാൻ കർമ്മശാസ്ത്രം എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് അതിന്റെ ഇടയ്ക്ക് വാക്കുകൾ തെറ്റല്ലേ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതം പൂർത്തിയാക്കി തന്നിരിക്കുന്നു. എന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഞാൻ നിറവേറ്റി തരികയും ചെയ്തിരിക്കുന്നു. മതമായി ഇസ്ലാമിനെ ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു. വല്ലവനും പട്ടിണി കാരണം, ബ്രാക്കറ്റിലാണ് നിഷിദ്ധമായത് കേട്ടാ, നിഷിദ്ധമായത് തിന്നുവാൻ നിർബന്ധിതനാകുന്ന പക്ഷം അവൻ അധർമ്മത്തിലേക്ക് ചായ്വുള്ളവനല്ലെങ്കിൽ തീർച്ചയായും അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണ കാണിക്കുന്നവനുമാകുന്നു. ഈ വല്ലവനും പട്ടിണി കാരണമെന്ന് പറഞ്ഞിരിക്കുന്നതിനോട് അസഹ്യമായതെന്ന് എഴുതിയിട്ടുണ്ടോ? അസഹ്യമായ വിശപ്പ് കൊണ്ട് എന്ന് എഴുതിയിട്ടുണ്ടോ? അവിടെയാണ് നിങ്ങൾക്ക് തെറ്റുപറ്റിയത്. ഒരു വസ്തുവിനെ ഞാൻ ചോദിച്ചതിന് മറുപടി തരും. ഞാൻ ചോദിച്ചു അസഹ്യമായ വിശപ്പ് കൊണ്ടെന്ന് അവിടെ എഴുതിയിട്ടുണ്ടോ? മനസ്സിലാക്കിയതിൽ തെറ്റുപറ്റിയെന്നത് ഞാൻ പറഞ്ഞ ഉദ്ദേശം. മനസ്സിലാക്കുന്നതിന്റെ അല്ല ഞാൻ ചോദിച്ചത്. നമ്മളിപ്പോ എന്റെ നിങ്ങൾ വായിക്കുന്ന അതേ ഖുറാൻ തന്നെ ഞാനും തുറന്നു വെച്ചിരിക്കുന്നു. എന്റെ മറ്റൊരു ഖുറാനും ഇരിപ്പുണ്ട്. അവിടെ അസഹ്യമായ വിശപ്പ് കൊണ്ടെന്നുള്ള വാക്കുണ്ടോ ഇല്ലയോ? പട്ടിണി കാരണം എന്നുണ്ടോ? വല്ലവനും പട്ടിണി കാരണം അസഹ്യമായ വിശപ്പെന്നുണ്ടോ? പട്ടിണി കാരണം എന്നുണ്ടോ? അതുണ്ട്. അതെ, പട്ടിണി എന്ന് പറഞ്ഞാൽ എന്താ? അസഹ്യമായ വിശപ്പുണ്ടോ ഇല്ല? അതെന്താ മറുപടി പറയാത്ത? പട്ടിണി എന്ന് പറഞ്ഞാൽ എന്താ? പട്ടിണി എന്ന് വെച്ചാൽ ഒരു രീതിയിലും ഭക്ഷണം കിട്ടാത്ത അവസ്ഥ. പട്ടിണി കൊണ്ട് ആളുകൾ മരിക്കാറില്ലേ? ഉണ്ട്. അതാണ് അസഹ്യമായ വിശപ്പ്. അസഹ്യമായ വിശപ്പ്, പട്ടിണിയും. ശരി, അസഹ്യമായ വിശപ്പ്. ഞാൻ ഒരു കാര്യം, രാവിലെ താങ്കൾ ഭക്ഷണം കഴിച്ചു, ഉച്ച വരെ ഭക്ഷണം കഴിച്ചില്ല, ഉച്ച കഴിഞ്ഞിട്ടും ഭക്ഷണം കിട്ടിയില്ല, അത് പട്ടിണിയാണോ അതോ വിശപ്പാണോ? എങ്ങനെ മനസ്സിലായില്ല, ഒന്നുകൂടി പറയേ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, ഉച്ചയ്ക്കും ഭക്ഷണം കിട്ടിയില്ല, വൈകുന്നേരമായപ്പോ ഭക്ഷണം കിട്ടി, അത് പട്ടിണിയാണോ വിശപ്പാണോ? അത്രയും സമയം. അത് വിശപ്പല്ലേ, അത് പട്ടിണി. അതുകൊണ്ട് നിങ്ങൾ മരിക്കാനൊന്നും പോണില്ലല്ലോ. അത് തന്നെയാണ് അസഹ്യമായ വിശപ്പ്. ഗൂഗിളിൽ കയറിയിട്ട് വിശപ്പ് എന്ന് പറയുന്നത് പട്ടിണി എന്ന് പറയുന്നത് അടിച്ചു നോക്കിയാൽ മതി, അതിപ്പോ മനസ്സിലാവും. നമുക്ക് ഇനിയും വിഷയത്തിലേക്ക് വരാം. അതിപ്പോ ഇവിടെ ഈ വിശപ്പ് കൊണ്ടാണെങ്കിലും പന്നിയിറച്ചി കഴിക്കാമോ ഇല്ല? കാത്തലിക്ക് വേറെ ഒരു മിനിറ്റ്. വിശപ്പ് കൊണ്ടാണേലും പന്നിയിറച്ചി കഴിക്കാമോ ഇല്ലയോ? അതാണ് എനിക്കുണ്ടോ. പട്ടിണിയോ വിശപ്പോ ശരീരത്തിന് വേണ്ടി പിടിച്ചു നിർത്താൻ വേണ്ടി, എന്ന് വെച്ചാൽ ശരീരത്തിന്റെ ബലത്തിന് വേണ്ടി, മരിക്കാതിരിക്കാൻ വേണ്ടി പന്നിയിറച്ചി കഴിക്കാമോ ഇല്ലയോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. അതെ, ഒരാള് മരണഭയം കാരണം മരിക്കുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ, ഇസ്ലാമിക കർമ്മശാസ്ത്രം അങ്ങനെ പഠിപ്പിക്കുന്നത്, മരിക്കുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് പന്നി മാംസവും അതുപോലെ തന്നെ ചത്ത ജീവിയുടെ മാംസവും
ഒക്കെ അവന് കഴിക്കാം. ശവം തിന്നാം, രക്തം കുടിക്കാം, പന്നിമാംസം കഴിക്കാം, അല്ലാഹു അല്ലാത്തവരുടെ നാമത്തിൽ അറക്കപ്പെട്ടതും ശ്വാസം മുട്ടിച്ചത്തതും അടിയേറ്റ് ചത്തതും മുകളിൽ നിന്ന് വീണ് ചത്തുപോയതും തമ്മിൽ കുത്തിച്ചത്തതും ഹിംസജന്തുക്കൾ പരിക്കേൽപ്പിച്ചതും അനന്തരം ചാകുന്നതിന് മുമ്പ് നിങ്ങൾ അറുത്തിട്ടുള്ള ഇതിൽ അതെല്ലാം കഴിക്കാം. ശരിയല്ലേ? അറുത്ത പോത്താണെങ്കിലും കഴിക്കാം. കാരണം അവർ ബിസ്മി ചൊല്ലി അറുത്ത പോത്തൊന്നല്ല, അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ തലക്ക് മേടിക്കുന്ന ഒരു വസ്തുവാണ്. അതിനെയും കഴിക്കാം. കാരണം മരിക്കുമെന്ന മരണഭയാണ് അദ്ദേഹത്തിനുള്ളത്. അപ്പൊ ജീവനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ജീവ പ്രാധാന്യം കൊടുത്തിട്ട് ഉള്ള ചില വിട്ടുവീഴ്ച മാത്രമാണ്. കാരണം അത് ഖണ്ഡിതമായി പറഞ്ഞു, നിങ്ങൾക്ക് നിഷിദ്ധമായ വസ്തുക്കൾ എണ്ണി പറഞ്ഞു. എന്നിട്ടാണ് പറയുന്നത് ഇത് ഇത്തരം സാഹചര്യങ്ങൾ നിങ്ങൾ അത് ഇങ്ങനെ ഖണ്ഡിതമായി പറഞ്ഞു എന്നതുകൊണ്ട് അത് ഖുർആനിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നുകൊണ്ട് നിങ്ങൾ മരിക്കേണ്ടതില്ല, പകരം നിങ്ങൾക്ക് ആ സമയത്ത് അത് കഴിക്കാം എന്നാണ് ഇവിടെ വ്യക്തമാക്കി. തന്നെയല്ല ഞാനും തുടക്കത്തിൽ പറഞ്ഞ ഖുർആന്റെ അകത്ത് പന്നിയിറച്ചി കഴിക്കാമെന്ന് എഴുതിയിട്ടുണ്ടെന്ന്. അല്ലല്ല, ഞാൻ പറഞ്ഞ സാഹചര്യം നിങ്ങൾ പറഞ്ഞ സാഹചര്യം വ്യത്യാസമുണ്ട്. ഞാൻ പറഞ്ഞ ഒരു ക്രിസ്ത്യാനികൾ മാത്രമുള്ള സ്ഥലത്ത് ക്രിസ്ത്യാനികൾക്കിടയിൽ ഒരു മുസ്ലിം ചെന്നപ്പെടുന്നു, അവരവിടെ ഭക്ഷണം വിളമ്പിയിരിക്കുന്നത് പന്നിയിറച്ചിയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാൻ മുസ്ലിമാണ്, എനിക്ക് പന്നിയിറച്ചി നിഷിദ്ധമാണ്, എനിക്ക് കഴിക്കാൻ കഴിയില്ല എന്ന് അവന് സ്നേഹത്തോട് അവരോട് പറഞ്ഞതിനെ കുറിച്ച് വർഗീയത എന്ന് പറയാൻ കഴിയുമോ എന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പോഴാണ് നിങ്ങൾ ഇത് പറഞ്ഞു കൊണ്ടുവന്നത്. അപ്പൊ ഇനി നമുക്ക് ഈ വിഷയം തീരുമാനമായല്ലോ. ഇനി നമുക്ക് തീരുമാനമായിട്ടില്ല. ആ ക്രിസ്ത്യാനികളുടെ ഇടയിലേക്ക് വന്ന മുസ്ലിം പറയാണ് പന്നിയിറച്ചി നിഷിദ്ധമാണ് എന്ന്. ഇപ്പൊ ഞങ്ങൾ കൂടിയിരിക്കുന്നതിന്റെ അടുത്തേക്ക് ഒരു മുസ്ലിം വന്നിട്ട് പറയും അയ്യോ പന്നിയിറച്ചിയാണ് ഞങ്ങൾക്ക് നിഷിദ്ധമാണ്, കഴിക്കാൻ പറ്റത്തില്ല എന്ന് പറയുകയാണ്. ഉച്ച സമയത്താണ് അദ്ദേഹം വന്നത്. ഓക്കെ, ഞാൻ പറയാണ് സുഹൃത്തെ, സൂറ 5:3 പറയുന്നുണ്ട് അസഹ്യമായ വിശപ്പ് അല്ലെങ്കിൽ പട്ടിണി, ഇത് വെച്ചുകൊണ്ട് ഇത് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ വേറൊരു കാര്യം കൂടി ഇതിൻ്റെ അകത്തുണ്ട്. അതെന്താണെന്ന് അറിയാമോ? അല്ല ഞാൻ പറഞ്ഞതിന് ശേഷം സംസാരിക്കും. ഞാൻ നിങ്ങൾ പറയുമ്പോ മിണ്ടാതിരിക്കല്ലേ. വിശപ്പ് കൊണ്ട് നിർബന്ധിതനായാൽ ഇവയിൽ എന്തെങ്കിലും തിന്നേണ്ടി വന്നാൽ നിശംശയം അള്ളാഹു മാപ്പരുളുന്നതിന് വരണമാണ്. അതിന് തൊട്ടു മുകളിൽ വല്ലവനും പാപം ചെയ്യണമെന്ന വിചാരത്തോടെ അല്ലാതെ എന്ന് പറയുമ്പോഴത്തേനും ഇതൊരു പാപമല്ല. ഈ ഇരിക്കുന്ന സുഹൃത്തുക്കൾക്കിടയിൽ അവരുടെ സന്തോഷത്തിന് വേണ്ടി ഞാനിത് കഴിക്കുന്നു എന്നും പറഞ്ഞിട്ട് കഴിക്കുന്നതും വല്ല തെറ്റും ഉണ്ടോ? കാരണം പന്നിയിറച്ചി കഴിക്കാമല്ലോ, അസഖ്യമായ വിശപ്പ്, അല്ലെങ്കിൽ പട്ടിണി കൊണ്ടല്ലേ കഴിക്കുന്നേ. അജേഷ് ബ്രദർ, അത് നിങ്ങളുടെ ഒപ്പീനിയന് എഗെയിൻസ്റ്റ് ആണ്. അദ്ദേഹത്തിന് മരിക്കുമെന്നൊന്നും ഭയമില്ല, വിശപ്പാണ് എന്ന് പാപം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു തന്ത്രമാണ് ഉപയോഗിച്ചതെങ്കിൽ അത് തെറ്റാണെന്നർത്ഥം. അതാണ് തന്ത്രോ. അത് പാപം ചെയ്യാൻ, അതായത് പന്നിയിറച്ചി തിന്നണമെന്നാണ് അയാൾ ആഗ്രഹം. അവിടെ മരിക്കുമെന്നൊന്നുമില്ല. അപ്പൊ അയാൾ പറയാണ് ഞാൻ കട്ടിന്റെ വിശപ്പാണ്, ഞാൻ ഇപ്പൊ മരിച്ചു പോകും എന്നൊക്കെ നുണ പറഞ്ഞ് കഴിക്കുന്നവർക്കൊഴികെ എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അഥവാ അടിസ്ഥാനപരമായി ജീവൻ പോകുമെന്നുള്ള കണ്ടീഷനിൽ മാത്രമേ ഈ ഒരു വിട്ടുവീഴ്ച ചെയ്യുന്നുള്ളൂ എന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ സാഹചര്യം നിങ്ങൾ വിരുന്ന് വിളിക്കുന്നു, നിങ്ങൾക്കിടയിൽ ഞാൻ ചെന്നുപെടുന്നു. അപ്പൊ ഞാൻ എനിക്കിത് ഹലാലല്ല, മീൻസ് ഞങ്ങൾക്ക് കഴിക്കാൻ അനുവദനീയമല്ല എന്ന് ഞാൻ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് വർഗീയതയാവുന്നില്ല. ഞങ്ങൾക്കിടയിലൊക്കെ ചിലപ്പോൾ പോത്തിറച്ചി കഴിക്കാത്ത ഹിന്ദുക്കൾ ഉണ്ടാവുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി കരുതല് വെജിറ്റേറിയൻ ഫുഡാണല്ലോ, അയാൾ പറയും ഞാൻ നോൺ വെജ് ആണെന്ന് പറയുമ്പോൾ അത് വർഗീയതയല്ല. അതിനെക്കുറിച്ച് നിങ്ങൾ വർഗീയത എന്ന് പറയരുത്. നേരെ മറിച്ച് അച്ഛൻ കുഞ്ഞ് വ്യക്തമാക്കി പറഞ്ഞു, മുസ്ലിമീങ്ങളുടെ കടകളിൽ നിന്ന് ഒരു സാധനവും വാങ്ങരുത് എന്ന് പറയുമ്പോൾ ഇത് വർഗീയതയല്ലേ എന്ന് ഞാൻ ചോദിക്കുമ്പോൾ സത്യസന്ധതയ്ക്ക് കുറച്ചെങ്കിലും പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു അജേഷ് ബ്രദർ ആണെങ്കിൽ അത് വർഗീയത തന്നെയാണ്, അച്ഛൻ ബ്രദർ മാറ്റി പറയേണ്ടതാണ് എന്ന് പറയേണ്ടതിന് പകരം നിങ്ങൾ വേറെ എന്തൊക്കെയാണ് പറയുന്നത്? നിങ്ങൾ എന്താണ് ഇതിനെ കുറിച്ച് പറയുന്നത്, അച്ഛൻ ബ്രദറിന്റെ ഈ പ്രസ്താവനയെ കുറിച്ച്? ഇനി മൈക്ക് കൂട്ടി.